ഗൈസ് നമ്മുടെ ഹാസൽനട്ട് കുനാഫ കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെവിടാ പോകുന്നത്? അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമ്മൾ ലോങ് വീഡിയോയിലിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. വേറെ എടുത്തോളൂ, ഇവിടെ അഞ്ചൽ ബൈപ്പാസ് സർക്കസൊക്കെ കാണാൻ പോയി, പക്ഷെ അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് അഞ്ചൽ ബൈപ്പാസിലോട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം പ്ലാത്തറിൽ പോയി അമ്മയെ പിക്ക് ചെയ്യാൻ പോവാണ്. അമ്മ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അമ്മയെ തൂക്കാം ഫസ്റ്റ്. നമ്മുടെ കൂടെ അച്ഛയുണ്ട്. നമ്മളെവിടാ പോകുന്നേ? സാത്താനോ കേട്ടോ. നമ്മളിപ്പോൾ ഫസ്റ്റ് പോകുന്നത് പ്ലാത്തറി. അമ്മയെ ഫസ്റ്റ് വിളിച്ചിട്ട് വരാം. അമ്മയും കൊണ്ട് അഞ്ചൽ അല്ലേ? അതാണ് അജേഷിൻ്റെ അടുത്ത സൈറ്റ്. കേസ് നിങ്ങൾ 2-3 പേരും കമന്റ് ഇട്ടായിരുന്നു വീടിന്റെ കേസ്. നമ്മുടെ വീട് പണി ഇവിടെ വരെ ആയി എന്നുള്ളത്. പോകുന്ന വഴിക്ക് വെട്ടമുണ്ടോന്ന് അറിഞ്ഞൂടെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ വീട് പണി ചെയ്യുന്ന നമ്മുടെ അജേഷാണ്. അജേഷ് നെക്സ്റ്റ് നമ്മുടെ വർക്ക് കഴിഞ്ഞപ്പോൾ അടുത്ത കിട്ടിയവന്റെ വർക്കാണ് കേട്ടോ അവിടെ. അതാണ് അവിടെ കൊച്ചരിയങ്ങളോ ഞങ്ങളിപ്പോ വീട്ടിൽ കാണും. വീടിന്റെ തൊട്ടടുത്ത് നമ്മുടെ ഇപ്പൊ താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെ അമ്മയൊക്കെ താമസിക്കുന്നു. നമ്മളിപ്പോ അങ്ങോട്ട് പോകണം കേട്ടോ. ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് നന്ദൂട്ടണം അല്ലേ? ഇപ്പോഴേ ഫുള്ള് പ്ലാനിങ് ആണ് ആള്. അങ്ങനെ നമ്മൾ പ്ലാത്ര നോർമൽ വഴി കൂടെ അല്ല പോകുന്നത്. എൻ്റെ വേറൊരു സൈഡിൽ കൂടെ ആണ് പോകുന്നത്. കാര്യം വെച്ചാൽ പോകുന്ന വഴിക്ക് പാലം ഇടിച്ചു പൊളിച്ചിട്ടേക്കണം കേട്ടോ. അത് പുതുക്കി അപ്പൊ അതുകൊണ്ട് ഈ വഴി കൂടെയാണ് ഇപ്പൊ നമ്മള് നമ്മുടെ അങ്ങോട്ട് വീട്ടിലോട്ട് പോകുന്നതൊക്കെ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുന്നു. ഇത് കഴിയുമ്പോഴത്തേക്കും അവിടെ എത്തും. അങ്ങനെ ഗൈസ് നമ്മള് പ്ലാത്തറ എത്തി കേട്ടോ. ഇതാണ് നമ്മുടെ വീട് കേട്ടോ. 11-ാം തീയതി കോൺക്രീറ്റ് ആട്ടോ ഞങ്ങളുടെ വീടിന്റെ. ഈ മതിലിനപ്പുറം നമ്മുടെ പ്ലാത്തറ അമ്പലമാണ് കേട്ടോ. ഇത്ര അടുത്താണ് നമ്മുടെ അവക്ക് ഈ ഗ്രൗണ്ടിൽ കളിക്കുന്ന കാര്യമൊക്കെ അവള് പറയും. അപ്പം രാവിലെ വെട്ടത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും കാണിക്കാം. നമ്മുടെ കോൺക്രീറ്റിന്റെ ഒരു ലോങ് വീഡിയോ തന്നെ ചെയ്യാം അന്നത്തെ ഒരു ദിവസം. അപ്പം എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ മാളുവപ്പയുടെ വീട്. അപ്പയൊക്കെ കിടന്നുറങ്ങും. അങ്ങനെ ഈ ഒരു ഇതുകൂടെ കയറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അമ്മയൊക്കെ ഉള്ളിടത്ത് എത്തും കേട്ടോ. അങ്ങനെ നമ്മൾ അമ്മയെ വിളിക്കാനായിട്ട് പോകുന്നതാണ്. ചേപ്പിയുടെ വണ്ടി. സന്തോഷേ ഇരുട്ടല്ലേ, ഒന്നും കാണുന്നില്ല. നമ്മള് അമ്മേന്റെ അവിടെ എത്തി കേട്ടോ. ഇവിടെ ലുക്ക് പോണം. ആ കാണുന്നതാണ് അച്ചച്ചയുടെ വീട്. പാവ അമ്മ റെഡിയായി പടിയിൽ കാത്തിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് അമ്മയെ നോക്കാം. ഇറങ്ങട്ടെ? എന്നാ വണ്ടിക്കകത്തിരുന്നാ മതി. അമ്മ ഇങ്ങോട്ട് വരും. ആ അച്ചച്ച വരുവാ. ഇല്ല അച്ചച്ച വരും. അച്ചച്ച വീടെല്ലാം പൂട്ടി അതാ എത്തി. അങ്ങനെ ഗൈസ് അമ്മ വന്നു. അമ്മ ചോദിക്കും എവിടെ പോവാന്ന്. കണ്ടു സുഖമായിട്ട് ഉറങ്ങണ്ട അമ്മേ. അങ്ങനെ നമ്മൾ അമ്മയെ പ്രാർത്ഥിച്ചു. എനിക്ക് ഫ്രൈഡ് റൈസ് വേണ്ട ഫ്രൈഡ് റൈസ് കണ്ടു. ഞങ്ങൾ വരില്ലേന്ന് പ്രാർത്ഥിച്ച അമ്മായിയമ്മയും ഞങ്ങൾ തൂക്കി ഗൈസ്. നമുക്ക് എവിടെയെങ്കിലൊക്കെ പോവാം. ഭൂമി ഉരുണ്ടതല്ലേ അമ്മ. അച്ഛൻ കർണാടകയിൽ പോയപ്പോ അമ്മ ഇവിടെ എൻജോയ് ചെയ്യണം അമ്മ. വേണ്ട സിനിമയ്ക്ക് വേണ്ട, തലവേദനയായിട്ടാ. എന്തുവാടെ ഏത് സിനിമ? ഇനിയിപ്പം നല്ലൊരു പടം പോലും ഇല്ല ഗൈസ്. ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഫിലിം ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പുതിയത് ചെരുപ്പിട്ട പൈസ മോളുടെയിലുണ്ടോ? മോളെന്നാ പൈസ കൊടുക്കുന്ന ആള് ഉണ്ട്. ഓക്കെ. അങ്ങനെ നമ്മളിവിടെ വന്ന് ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടിരിക്കുക അല്ലേ നന്ദു?
എന്തോ നമ്മൾ ഓർഡർ ചെയ്തേ? നല്ലതാണ്. അങ്ങനെ കഴിച്ച് നമ്മൾ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. വരുമ്പം കാണിക്കട്ടോ. ബോബറ്റിയോ? ബോബറ്റി വേണ്ട, കുടിക്കത്തില്ലേ. എന്നും ഇങ്ങനെ മേടിപ്പിക്കുകയോ കളയുക നടക്കുന്ന കേസല്ല കേട്ടോ. പഠിച്ചോ നന്ദൂസേ? നന്ദൂട്ടൻ വിശന്ന് വാടി തളർന്ന് കഴിച്ച്. നന്ദു വിശന്നോ? കേസ് നമ്മൾ ചിക്കു ഷേക്കാണ് കേട്ടോ ഓർഡർ ചെയ്തേ. ഇച്ചിരി കുടിച്ചിട്ട് തന്നാൽ മതി. ഞാനെന്താ നിന്റെ ഭർത്താവോ? ഭാര്യയും ഭർത്താവും കളിക്കുവന്നോ? കുടിക്കടേ ഇയാള്. ഇച്ചിരി കുടിച്ചിട്ട് താടേ. പനി വരല്ല, കുറച്ച് കുടിച്ചാൽ മതി. മതിയോ? ഭയങ്കര ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് ആയിപ്പോയി. ബൂസ്റ്റ് വാരിയിട്ടിരിക്കുന്നു. എനിക്ക് ചിക്കു അത്ര പിടിച്ചില്ല ബൂസ്റ്റിൻ്റെ ടേസ്റ്റ്. നന്ദുൻ്റെയോ? വീട്ടിലൂരി വെച്ചേക്കോ. കൊലിസൊക്കെ അലർജിയാണ് കേട്ടോ അവൾക്ക്. കുറച്ച് കുടിച്ചാൽ മോനെ പനി വരും. ഞാനൊരു വാർപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ നന്ദൂട്ടാ കഴിക്ക്. കൊള്ളാം. ശരി, നൈസ് സാധനമാണ് കേസ്. ഇവിടെ നിന്ന് സ്ഥിരം കഴിക്കുന്ന ഐറ്റം. ജലദോഷവും ഷേക്കും നല്ലതാണ്. അങ്ങനെ നന്ദൂട്ടൻ്റെ നഗറ്റ്സ് വന്നു. ചേട ഫ്രൈസ് കൊളാവോ? കൊളാവോ? കിഴങ്ങമ്മ അത് കഴിച്ചു നോക്കുന്നല്ലേ. നന്ദൂട്ടൻ അങ്ങനെ ടേബിളിൽ നിന്ന് താഴെ വെച്ചൊക്കെ കേട്ടോ കളിക്കുന്നത് കഴിക്കുന്നത്. ഇതുവിടെ ഒരു ശോകം നന്ദൂട്ടാ. അച്ഛൻ ലൈം കൊടുത്തില്ല കേട്ടോ. അതിനകത്ത് ഫുൾ ഐസ് കട്ടയാണ്. ജലദോഷം അടിക്കുമെന്ന് പേടിച്ച് കൊടുത്തിട്ടില്ല. എൻ്റെ ഒരു വിഷമമാണ്. കഴിക്കുമ്പോൾ എന്തുകൊണ്ടും അത് ഫുള്ള് ഫിനിഷാക്കി കേട്ടോ. ലാസ്റ്റ് പീസിലുണ്ട്. നമ്മളിവിടെ നിന്ന് പോവാട്ടോ. നന്ദുവിൻ്റെ വയറ് ഫുള്ളായി. മത്സരം വെപ്പിച്ച നന്ദുവിനെ അത്രയും കഴിപ്പിച്ച്. നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അടുത്തിനി വഴിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ട ഇറങ്ങാന്നുള്ളൊരു പ്ലാനിട്ട്. നന്ദൂട്ടിന് എന്തോ വേണം ഇനി? നന്ദു, നന്ദുവിൻ്റെ വയറ് ഫുള്ളാ. അതെ, ഇനി അവക്കൊന്നും കഴിക്കാൻ പറ്റില്ല. നന്ദുട്ടാ മിണ്ടത്തില്ല. ഓ 15 വയസ്സുള്ള വെച്ചോ? അമ്മയുടെ ഫോണിൽ ഈ ദുരന്തം മാത്രമേ വരുള്ളൂ അമ്മേ. ഞാൻ ഇതൊക്കെ സ്ക്രോൾ ചെയ്ത് കളയുമ്പോ അയ്യോ വേണ്ട, കാണണ്ട. അയ്യോ അത് വെള്ളം പോയതാ. സൈഡിൽ വെക്കാം. നന്ദപ്പിയേ എന്താ ഒന്നും മിണ്ടാത്തെ? മുണ്ടാത്തെന്താ? എടേ നീ കാട്ടാക്കട എവിടെ ഉള്ളടേ? എടാ നീ കാട്ടാക്കട എവിടെ ഉള്ളടേ? നോക്കട്ടെ ഏട്ടാ. കമ്പിയുടെ ഇടയിൽ കൂടെ ഒക്കെ അപ്പുറത്ത് പോയിട്ടോ. അവിടെ നമ്മൾ ചോക്ലേറ്റ് കഴിക്കാൻ പോവാ. ഞങ്ങളങ്ങനെ കുനാഫ കഴിക്കാൻ പോവാട്ടോ. യെസ്, കുനാഫ നോക്കാം. അങ്ങനെ ഞങ്ങൾ ഹാസൽനട്ട് കുനാഫ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. നന്ദുവിൻ്റെ വയറ് ഫുള്ള്. നമ്മൾ ഏത് കടയിൽ കയറിയാലും എല്ലായിടത്തും ക്രിക്കറ്റാണ്. ചേട്ടന്മാരുണ്ടാവും. നമ്മുടെ ഹാസൽനട്ട് കുനാഫ കേട്ടോ.
നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാം. ചേ കിടില. ഞാൻ ക്രീമാട്ടോ. കൊള്ളാം. മധുരം ഇഷ്ടമില്ലാത്ത ഒരാളാട്ടോ ചേട്ടൻ. അങ്ങനത്തെ കഴിച്ച് കഴിച്ച എക്സ്പ്രഷൻ വാരിക്കോരി ഇടുവാട്ടോ. എന്നിട്ട് വയറ്റിലൊട്ട് സ്ഥലമില്ലെന്ന് പറഞ്ഞ ആളാണ് കുത്തി കയറ്റുന്നത്. സ്ഥലമില്ലെങ്കിൽ പോകുന്നുണ്ടോ, പോലീസ് പിടിച്ചോണ്ട് പോകും കേട്ടോ. ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടോ. അടുത്തിട്ട് ഞങ്ങൾ കുഞ്ഞ് തട്ടുകടയിൽ വന്ന്, ചേട്ടനാണെങ്കിൽ തട്ടുകടയിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഫുള്ളും കഴിഞ്ഞല്ലേ വിഷമമായി. ഇവിടെ ഞാൻ മറ്റേ സാഡ് മ്യൂസിക് ഇടാമേ. വേറെ എവിടെയും നോക്കാം. അമ്മയെ ഇറങ്ങി. ആരാ നീ? കാട്ടാക്കട എവിടെ ഉള്ളടി? നമുക്ക് വേറെ നോക്കാം അമ്മേ. കഴിക്കും. ഇല്ല കഴിക്കും. വയറ് നിറഞ്ഞിരിക്കുന്നുണ്ടോ? നമ്മള് വേറൊരു കടയിലേക്ക് വന്നു. അയ്യോ, സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതോടെ അങ്ങനെ നമ്മൾ ഈ കടയിലോട്ട് വന്നിട്ട് ഇവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഊഞ്ഞാലിലാടാൻ വേണ്ടിയിട്ടാ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞത്. ഈ കട മതി എന്ന് പറഞ്ഞത്. ചടി കയറ്. ഓക്കെ, സെറ്റ്. തന്നെ ഊഞ്ഞാലാടുക. ഇവിടെ ഉള്ളവർ നിന്നെ പിടിച്ച് കെട്ടി വെക്കും കേട്ടോ. അങ്ങനെ ഒരാൾ സോഡ ലൈം കണ്ടപ്പോൾ ഓടി വരും കേട്ടോ. കളാവും. നമുക്ക് വേണം കുരുമുളക് ഇടാതെ വേണമെന്ന്. ഇഷ്ടം കുരുമുളക് തട്ടിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ തുടച്ച് കളഞ്ഞിട്ട് നിൽക്കുക. കുരുത്തക്കേട് കാണിക്കലെന്ന് വെച്ചാൽ ഇവിടെ നോക്കി, അങ്ങോട്ട് നോക്ക്. കുരുത്തക്കേട് ചിരിക്കുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇതെന്തുവാ? താരാ ഇത്? നീ കാട്ടാക്കട എവിടെ ഉള്ളടേ? നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അമ്മ ഉറങ്ങിയെന്ന് തോന്നുന്നു വണ്ടിക്കകത്തിരുന്ന്. അമ്മ ഇറങ്ങി വന്നില്ലായിരുന്നു കേട്ടോ. കയറും. വീട്ടിൽ വന്നു. ആള് ഉറങ്ങിയൊന്നുമില്ല, ആക്ഷനാട്ടോ. ഇനി നമ്മൾ ഉറങ്ങാൻ പോവാണ്. അപ്പം അടുത്ത വീട്ടിൽ വീണ്ടും വരെ പോകണം. ബൈ.